ഇതുപോലെയുള്ള സോഫ്റ്റ് പാലപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല പഞ്ഞി പോലെയുള്ള അപ്പമാണ്. അതിനായിട്ട് 1.5 ഗ്ലാസ് പച്ചരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർക്കാനായിട്ട് വെക്കണം. ഒരു 5 മണിക്കൂറോളം നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കണം. 5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അതിനെ എടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പാലപ്പം ശരിയാത്തവർക്കൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്തോളൂ. നന്നായി വരും കേട്ടോ, നന്നായിരിക്കും. 1/2 ഗ്ലാസ് അവൽ കുതിർത്തത് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, 1 മുറി തേങ്ങയോളം അതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അരിയും തേങ്ങയും അവലും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഒരുപാട് സമയം അങ്ങനെ പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. പകലൊന്നും അരയ്ക്കേണ്ട, നമ്മൾ കിടക്കാറാകുമ്പോൾ അരച്ച് വെച്ചാൽ മതിയാവും. കൂടി വന്നാൽ ഒരു 5 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പുളിച്ച് വരും. പിന്നെ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൊണ്ട് ഇത്രയേ ഉള്ളൂ ഈസ്റ്റ് കൂടെ ചേർക്കാം. പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇത് പുളിക്കാനായിട്ട് വയ്ക്കാം ഓവർനൈറ്റ്. അതിൻ്റെ അകത്തിൽ കുറച്ച് ലേറ്റായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാകും. രാവിലെ ആയി കണ്ട് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. തീരെ കട്ടിയൊക്കെ കുറഞ്ഞിരിക്കുന്നുണ്ട് മാവ്. നമുക്കിനി ഇത് അപ്പച്ചട്ടിക്കകത്ത് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഓരോ തവി മാവ് ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ചെടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഞാൻ മാവ് കോരി ഒഴിക്കുന്ന അതിൻ്റെ ക്ലിപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതിരുന്നത്. ഇതിനെ എടുത്ത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും ചുട്ടെടുക്കാം. പലരും ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് ഇത്ര സോഫ്റ്റായിട്ട് അപ്പം ഉണ്ടാക്കുന്നതൊക്കെ. അതിനാണ് ഇന്ന് വീഡിയോ ഇന്ന് തയ്യാറാക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാലപ്പം ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ.